ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 45 തുടങ്ങി 52 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്കൊരു ചാപ്റ്റർ കൂടി പരീക്ഷയ്ക്ക് മുമ്പ് എടുത്ത് തീർക്കാനുള്ളത് കാരണമാണ് ഞാനിത് വേഗം എടുത്ത് തീർക്കുന്നത്. നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി നിയമിച്ച ചില നിയമങ്ങൾ, പോക്സോ ആക്ട്, പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ, ഭരണഘടനാ ഭേദഗതികൾ, പിന്നെ നമ്മുടെ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്സിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ട്. നോട്ട്സ് എല്ലാവരും സാവകാശം എഴുതി തീർക്കുക. ഓരോ ദിവസം ഒരു 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്കിലും പഠിക്കാൻ നോക്കുക. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ടോപ്പിക്സ് ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. 27th question. Dash is the fundamental law of the nation. Answer: Constitution. 28th question. Officers handling POCSO cases are known as dash. Answer: Child Welfare Police Officers. Question number 29. According to Article 368, dash has the power to amend the Constitution. Answer: Parliament. Next question. Name some laws made in accordance with the Constitution. ഭരണഘടനയ്ക്ക് അനുസൃതമായി നിർമ്മിച്ച ചില നിയമങ്ങളുടെ പേര് നൽകുക എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, വനം വന്യജീവി സംരക്ഷണ നിയമം. നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ദേശീയ സുരക്ഷാ നിയമം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, ദുരന്ത നിവാരണ നിയമം. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ബാലവേല നിരോധന നിയമം. ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യസുരക്ഷാ നിയമം. ലാൻഡ് റിഫോംസ് ആക്ട്, ഭൂപരിഷ്കരണ നിയമം. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ബാലനീതി നിയമം. ലേബർ ലോ, തൊഴിൽ നിയമം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമം. 31. Why does our country give great importance to children's rights? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം കുട്ടികളുടെ അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നത്? ആൻസർ നോക്കാം. The future of the nation lies in the hands of the children. Progress of the state is possible only through holistic development of children. രാജ്യത്തിൻ്റെ ഭാവി കുട്ടികളുടെ കൈകളിലാണ്. കുട്ടികളുടെ സമഗ്രമായ വികസനത്തിലൂടെ മാത്രമേ സംസ്ഥാനത്തിൻ്റെ പുരോഗതി സാധ്യമാകൂ. 32. What is the aim of the 1989 Convention on the Rights of the Children? 1989 കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ്റെ, അതായത് ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണെന്നാണ് ചോദ്യം. The 1989 Convention on the Rights of the Child aims to prevent sexual violence against children and to ensure appropriate punishment to the perpetrators. 1989 കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഉടമ്പടി കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയാനും കുറ്റവാളികൾക്ക് ഉചിതമായ ശിക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. 33. Write a short note on the POCSO Act 2012. 2012 പോക്സോ നിയമത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. പോക്സോ 2012, that means Protection of Children from Sexual Offences Act 2012, is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. പോക്സോ 2012, അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012, ലിംഗവിവേചനമില്ലാതെ ശിശു സൗഹൃദ നടപടികൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. The law considers all under the age of 18 as child. Every child has the right to live safely without fear in the society. A child must be able to identify the uncomfortable and unsafe touches, looks, actions, etc. from any person. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായി ഈ നിയമം കണക്കാക്കുന്നു. സമൂഹത്തിൽ ഭയമില്ലാതെ സുരക്ഷിതമായി ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. ഏതൊരു വ്യക്തിയിൽ നിന്നും അസുഖകരവും സുരക്ഷിതവുമല്ലാത്തതുമായ സ്പർശനങ്ങൾ, നോട്ടം, പ്രവർത്തികൾ മുതലായവ തിരിച്ചറിയാൻ ഒരു കുട്ടിക്ക് കഴിയണം. They should be capable enough to say no to such acts, able to keep away and complain to the authorities. The law states that cases of sexual assault are to be reported to the Special Juvenile Police Unit or the local police.
The act ensures severe punishment to anyone who indulges in POCSO offenses. അത്തരം പ്രവർത്തികളോട് ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ അവർ പ്രാപ്തരായിരിക്കണം. അവർക്ക് മാറി നിൽക്കാനും അധികാരികളോട് പരാതിപ്പെടാനും കഴിയും. ലൈംഗികാതിക്രമ കേസുകൾ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിയമം. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആർക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതാണ് നിയമം. 34. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയുടെ പ്രധാന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. സെക്കൻഡ് വൺ, ഡിഫൈൻസ് ആൻഡ് ഡീലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. സർക്കാരിൻ്റെ അധികാരങ്ങൾ നിർവചിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. തേർഡ് വൺ, ഡിഫൈൻസ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻ. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. ഫോർത്ത് വൺ, എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഓഫ് ദ കൺട്രി ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഫിഫ്ത്ത് വൺ, പ്രിസർവിംഗ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വം കാത്തുസൂക്ഷിക്കുക. സിക്സ്ത് വൺ, ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡയറക്ട്സ് ദ നേഷൻ. രാഷ്ട്രത്തെ നയിക്കുന്ന അടിസ്ഥാന രേഖയായി ഇത് നിലകൊള്ളുന്നു. സെവൻത്ത് വൺ, ആക്ട്സ് ആസ് സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് ടൈറനി ആൻഡ് അബ്യൂസ് ഓഫ് പവർ. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണമായി പ്രവർത്തിക്കുന്നു. ഇനി ടെസ്റ്റിൽ വരുന്നത് കുറച്ച് പ്ലക്കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. അത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ദെൻ പേജ് നമ്പർ 51 കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 35. വിച്ച് ഐഡിയാസ് were ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976? 1976 ഭരണഘടനയിൽ പുതുതായി ചേർത്ത ആശയങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി were ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിവയാണ് 1976 ഭരണഘടനയിൽ ചേർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ ടെസ്റ്റിൽ വരുന്നത് ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കം ഇൻ ടു ഫോഴ്സ് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓൾറെഡി ഞാൻ മുൻ വീഡിയോസിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ട് തന്നെ വീണ്ടും കൊടുക്കുന്നില്ല. നമുക്കറിയാലോ അതിൻ്റെ ആൻസർ എന്താണെന്ന്, 26 ജനുവരി 1950. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 36. വാട്ട് വാസ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ? ഭരണഘടനയിലെ ആദ്യത്തെ ഭേദഗതി എന്താണ്? അത് ഏത് വർഷമാണ്? ആൻസർ നോക്കാം. The first amendment made in the constitution was the number of schedules increased to 9 and it was in 1951. ഭരണഘടനയിൽ വരുത്തിയ ആദ്യത്തെ ഭേദഗതി ഷെഡ്യൂളുകളുടെ എണ്ണം, അതായത് പട്ടികകളുടെ എണ്ണം 9 ഉയർത്തി എന്നുള്ളതാണ്. അത് 1951 37. How long did the right to property remain a fundamental right in India? ഇന്ത്യയിൽ സ്വത്തിനുള്ള അവകാശം എത്ര കാലം മൗലിക അവകാശമായി തുടർന്നു? ആൻസർ, until 1978 the right to property remained a fundamental right in India. 1978 വരെ ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശമായിട്ട് തുടർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 38. ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ? സിൻസ് വെൻ? ഇന്ത്യയിൽ വിദ്യാഭ്യാസം മൗലിക അവകാശമാണോ? ആണെങ്കിൽ എപ്പോൾ മുതൽ? ആൻസർ നോക്കാം. യെസ് എന്നാണ് ആൻസർ വരുന്നത്. ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്നാണ് ഉത്തരം. എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ സിൻസ് 2002. 2002 മുതൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. 39. ഹൗ മെനി ടൈംസ് ഹാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബീൻ അമെൻഡഡ് സോ ഫാർ? ഇന്ത്യൻ ഭരണഘടന ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആൻസർ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ അമെൻഡഡ് 106 ടൈംസ് സോ ഫാർ. ഇന്ത്യൻ ഭരണഘടന ഇതുവരെ 106 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 40. വാട്ട് ഈസ് മെൻറ്റ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്? എന്താണ് ഭരണഘടന ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ ചേഞ്ചിങ് സോഷ്യൽ ഡിമാൻഡ്സ്. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ആവശ്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 41. വാട്ട് ഈസ് ആർട്ടിക്കിൾ 368 സെയ്സ്? ആർട്ടിക്കിൾ 368 എന്താണ് പറയുന്നത്? ആൻസർ, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 368, പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് ബി അമെൻഡഡ്. ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്.
എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഭേദഗതി വരുത്താനായിട്ട് പാടുള്ളതല്ല. 42. വാട്ട് ഡസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഗ്യാരണ്ടി? വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ഉറപ്പു നൽകുന്നത്? ആൻസർ: The Act ensures free and compulsory education to all children between the age of 6 and 14 years. 6നും 14നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഈ നിയമം ഉറപ്പാക്കുന്നു. 43. The 42nd Amendment of 1976 was also called the Mini Constitution. Why? 1976 42ാം ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിളിച്ചിരുന്നു. എന്തുകൊണ്ട്? Answer: The term secularism, socialism, integrity and some other changes were brought in the constitution through this amendment. Due to the significant changes brought by this amendment, it was also called the mini constitution. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത തുടങ്ങിയ പദങ്ങളും മറ്റ് കുറച്ച് ചേഞ്ചുകളും ഈ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൊണ്ടുവന്നു. ഈ ഭേദഗതി വരുത്തിയ കാര്യമായ മാറ്റങ്ങൾ കാരണം ഇതിനെ മിനി ഭരണഘടന, അതായത് ചെറു ഭരണഘടന എന്നും വിളിക്കുന്നു. Question number 44. What could be the reasons for the various challenges while implementing laws? നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ വെല്ലുവിളികളുടെ കാരണങ്ങൾ എന്തായിരിക്കാം? ആൻസർ: ഫസ്റ്റ് പോയിന്റ്, വേരിഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ, ആളുകളുടെ വ്യത്യസ്ത താൽപ്പര്യങ്ങൾ. സെക്കൻഡ് വൺ, ലെജിസ്ലേഷൻസ് ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദ വിൽ ഓഫ് ദ പീപ്പിൾ, ജനഹിതം പൂർണ്ണമായി പ്രതിഫലിപ്പിക്കാത്ത നിയമനിർമ്മാണങ്ങൾ. തേർഡ് വൺ, ഇഗ്നോറൻസ് ഓഫ് ലോ, നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത. ഫോർത്ത് വൺ, നമുക്ക് ഇനിയും കുറച്ച് പോയിൻറ്റ്സുകൾ കൊടുക്കാം, ആഡ് ചെയ്യാം. ഫോർത്ത് വൺ ഇങ്ങനെ കൊടുക്കാം: ഇൻഎഫിഷ്യൻറ്റ് ജുഡീഷ്യൽ റിവ്യൂ സിസ്റ്റം, അതായത് കാര്യക്ഷമമല്ലാത്ത ജുഡീഷ്യൽ അവലോകന സംവിധാനം. നെക്സ്റ്റ് വൺ, കറപ്ഷൻ, അഴിമതി. ഹാബിറ്റ് ഓഫ് ബ്രേക്കിംഗ് ലോസ്, നിയമങ്ങൾ ലംഘിക്കുന്ന ശീലം. ഓവർ പോപ്പുലേഷൻ, അമിത ജനസംഖ്യ മറ്റൊരു വെല്ലുവിളിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നീഡ് ടു അമെൻഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ടൈം ടു ടൈം? നമ്മുടെ ഭരണഘടന കാലക്രമേണ ഭേദഗതി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? ആൻസർ: കോൺസ്റ്റിറ്റ്യൂഷൻസ് നീഡ് ടു ബി അമെൻഡഡ് ഓവർ ടൈം ടു അഡ്ജസ്റ്റ് പ്രൊവിഷൻസ് ദാറ്റ് ആർ ഇൻആഡിക്വേറ്റ് ടു റെസ്പോണ്ട് ടു ദ വേരിയസ് ആൻഡ് ന്യൂ നീഡ്സ് ഓഫ് പീപ്പിൾ, ഇൻക്ലൂഡിംഗ് സപ്ലിമെൻറ്റിംഗ് റൈറ്റ്സ്. അതർവൈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ cannot reflect social realities and social needs over time. അപര്യാപ്തമായ വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിനും ജനങ്ങളുടെ വിവിധവും പുതിയതുമായ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നതിനും അനുബന്ധ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിനെല്ലാം ഭരണഘടന കാലക്രമേണ ഭേദഗതി ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാത്തപക്ഷം കാലാകാലങ്ങളിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും സാമൂഹിക ആവശ്യങ്ങളെയും പ്രതിഫലിപ്പിക്കാനായിട്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് കഴിയില്ല. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നമുക്ക് പേജ് നമ്പർ 45 ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു സ്മൈലീസ് വരയ്ക്കാനായിട്ട്. കറക്റ്റ് ആൻസറിന് നേരെ ഹാപ്പി ഫേസും റോങ്ങിന് നേരെ സാഡ് ഫേസും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അവർ കോർട്സ് വർക്ക് അണ്ടർ ഗവൺമെൻറ്റ്സ്. നമ്മുടെ കോടതി ഗവൺമെൻറ്റിന് കീഴിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ സാഡ് ഫേസ് കൊടുക്കാം. സെക്കൻഡ് വൺ, certain powers are vested exclusively with the state governments. ചില അധികാരങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് നിക്ഷിപ്തമാണ്. ശരിയല്ലേ? യെസ്, അത് ശരിയാണ്. നമുക്ക് ഹാപ്പി ഫേസ് കൊടുക്കാം. തേർഡ് വൺ, എവരി വൺ ഹൂ ടേൺസ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട്. അത് കറക്റ്റാണ്. 18 വയസ്സായ എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. നമുക്ക് ഹാപ്പി ഫേസ് കൊടുക്കാം. ഫോർത്ത് വൺ, നോ വൺ ഈസ് എബവ് ദ ലോ. ആരും നിയമത്തിന് അതീതരല്ല. യെസ്, ദാറ്റ്സ് ട്രൂ. നമുക്ക് ഹാപ്പി ഫേസ് കൊടുക്കാം. ഫിഫ്ത്ത് വൺ, എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ്. അതായത് ഒരു ഇന്ത്യയിൽ വസിക്കുന്ന ഒരാൾക്ക് നാഷണൽ സിറ്റിസൺഷിപ്പിന് പുറമെ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് കൂടി ഉണ്ടെന്നാണ് പറയുന്നത്, പൗരത്വം ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയാണോ? ഇല്ല, നമുക്ക് ആകെ ഒരു പൗരത്വമേ ഉള്ളൂ. അത് ഇന്ത്യൻ പൗരത്വം എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അത് റോങ് ആൻസറാണ്. നമുക്ക് സാഡ് ഫേസ് കൊടുക്കാം. നെക്സ്റ്റ് വൺ, ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സോവറിൻ. നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. ശരിയാണ്. നമുക്ക് ഹാപ്പി ഫേസ് കൊടുക്കാം. നെക്സ്റ്റ് വൺ, ആസ് വി ഹാവ് റൈറ്റ്സ് സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു. നമുക്ക് അവകാശങ്ങളുള്ളതുപോലെ തന്നെ രാജ്യത്തോട് ചില കടമകളും ഉണ്ട്.
ശരിയാണ്. ഹാപ്പി ഫേസ് കൊടുക്കാം. നെക്സ്റ്റ് വൺ, നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂളേഴ്സ്. ശരിയാണോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് തന്നെ പറയുന്നുണ്ട്. പാർലമെൻ്ററി ഡെമോക്രസിയിൽ പറയുന്നുണ്ട്, ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. അതായത് നിയമനിർമ്മാണ സഭകൾ ഭരണാധികാരികളെ കൺട്രോൾ ചെയ്യുന്നു എന്ന്. അപ്പോൾ നമ്മുടെ റൂളേഴ്സിന് മുകളിൽ കൺട്രോൾ ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് റോങ് ആൻസറാണ്. നമുക്ക് സാഡ് ഫേസ് കൊടുക്കാം. ഇനി പേജ് നമ്പർ 49 പ്ലക്കാർഡ്സ് നോക്കാം. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ്. ബാക്കി 4 കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസർവിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ എ ഷീൽഡ് അഗെയിൻസ്റ്റ് അബ്യൂസ് ഓഫ് പവർ. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് ആസ് ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം സിസ്റ്റം ആൻഡ് സോഴ്സ് ഓഫ് ലോ. So that's all today's video. Chapter 3 is completed now. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചാപ്റ്റർ 4 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.